ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, സോ നമുക്കറിയാം CMA CATന്റെ പ്രീവിയസ് ഇയർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ടോപ്പിക്സും വന്നിട്ടുണ്ട്. ഓക്കെ, സോ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ്, റൈറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഈക്വൽ ആണ്. ഇതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, റൈറ്റ്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എന്താണ് ക്യാഷ് ബുക്ക് എന്ന് നിങ്ങൾക്ക് അറിയാം. ക്യാഷ് ബുക്കിൽ എന്താ റെക്കോർഡ് ചെയ്യുക? ഇറ്റ് റെക്കോർഡ്സ് ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്, റൈറ്റ്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റെക്കോർഡ് ചെയ്യുക? ഇറ്റ് റെക്കോർഡ്സ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ഓൾ ഇൻകംസ്. ഇതാണ് നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ജസ്റ്റ് അതിന്റെ ഫോർമാറ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫറൻസിലേക്ക് വരാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമുക്ക് നോക്കിയാൽ കാണാം, ഡെബിറ്റ് സൈഡിൽ ഫുള്ള് റെസിപ്റ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യുക, അല്ലേ. ഡെബിറ്റിൽ ഫുൾ എന്താണ് ഉണ്ടാവുക? റെസിപ്റ്റ്സും. ക്രെഡിറ്റിൽ ഫുള്ള് ക്യാഷ് പേയ്മെന്റ്സും ആണുള്ളത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടും ക്ലോസ് ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടും ആയിരിക്കും. ഓക്കെ, സോ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്യാഷ് ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ആ വർഷം കിട്ടിയ റെസിപ്റ്റ്സും ആ വർഷം നമ്മൾ കൊടുത്തിട്ടുള്ള പേയ്മെന്റ്സുമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. റവന്യൂ ഐറ്റംസ് മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പേയ്മെന്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഇസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇറ്റ് റെക്കോർഡ്സ് ഓൾ റെസിപ്റ്റ്സ് ഇൻക്ലൂഡിംഗ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് റെക്കോർഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഒരു ഫോർമാറ്റ്. സാധാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്, റൈറ്റ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ആ വർഷത്തെ എക്സ്പെൻസും ആ വർഷത്തെ ഇൻകവും മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അക്രൂവൽ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഇത് അക്രൂവൽ ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഈ പറഞ്ഞ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിന്റെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെയും ഫോർമാറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡിഫറൻസിലേക്ക് വരാം. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഈ പറയുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും എന്നുള്ളതാണ്, റൈറ്റ്. ഫസ്റ്റ് ഡിഫറൻസ് എന്താ? ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്, നമുക്കറിയാം. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നോമിനൽ അക്കൗണ്ട് ആണ്, അല്ലെ. റിയൽ അക്കൗണ്ടിൽ പെട്ടതാണ് ക്യാഷ് എങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്, റൈറ്റ്. ഇവിടെ എന്താ ഉണ്ടാവുക? ഇറ്റ്സ് എ സമ്മറി ഓഫ് ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു പീരീഡിലെ ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും ആണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിലെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക? സമ്മറി ഓഫ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു വർഷത്തെ ഇൻകവും ആ വർഷത്തെ എക്സ്പെൻസും ആണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ ബോത്ത് ക്യാപിറ്റൽ റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡഡ്, അല്ലേ. എടാ, ക്യാപിറ്റലും റവന്യൂ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ഏത് പീരീഡിലേക്കാണോ കിട്ടിയതെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു അഡ്വാൻസ് പേയ്മെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ലാസ്റ്റ് ഇയറിൽ കിട്ടാനുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഈ വർഷം നമുക്ക് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ഈ റെസ്പെക്റ്റീവ് ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു കറണ്ട് ഇയറിലെ ഇൻകം മാത്രമല്ല റെക്കോർഡ് ചെയ്യുക, അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും, പ്രീവിയസ് ഇയറിലെ സെറ്റിൽമെന്റ്സ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും, റൈറ്റ്. അതെല്ലാം ആക്ച്വൽ പേയ്മെന്റ്സോ റെസിപ്റ്റ്സോ വന്നത് കറണ്ട് ഇയർ ആയതുകൊണ്ടാണ്. ഓക്കെ, എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഓൺലി ഇൻകം ആൻഡ് എക്സ്പെൻസ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ് ഫോർ വിച്ച് ദ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്, റൈറ്റ്. ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ വർഷത്തെ ഇൻകവും എക്സ്പെൻസും മാത്രമേ അതിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്വാൻസ് ലെസ് ചെയ്യുന്നതും പ്രീപെയ്ഡ് ലെസ് ചെയ്യുന്നതും ഒക്കെ. കാരണം എന്താ? അതൊന്നും ഈ വർഷത്തതല്ല, അതെല്ലാം നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർത്തതാണ്, റൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്യും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒരു കറണ്ട് അക്കൗണ്ടിങ് പീരീഡിലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ ഒരിക്കലും നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ഡിപ്രീസിയേഷൻസ്, അമോർട്ടൈസേഷൻസ്, ഇതൊന്നും ക്യാഷ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, റൈറ്റ്. എന്നാൽ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ ഡിപ്രീസിയേഷൻ ഉണ്ട്, അമോർട്ടൈസേഷൻ ഉണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലുണ്ട്. ഓക്കെ, ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, റൈറ്റ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിന്റെ ഓപ്പണിംഗ് ബാലൻസും ഉണ്ടാവും, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല, ബട്ട് ക്ലോസിംഗ് ബാലൻസ് ഏതാവാം, ഏത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, ഒന്നുകിൽ പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ് ആവാം, റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2 or 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.